ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ മഞ്ഞയിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 4 ടേബിൾ സ്പൂൺ പാലും ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 6 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് നന്നായി മിക്സാക്കിയതിന് ശേഷം ഇത് മാറ്റിവെക്കാം. ഇനി ഈ മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തെടുത്തതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി ബീറ്റാക്കിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സും ചേർത്ത് പതിയെ മിക്സാക്കി കൊടുത്ത് ചൂടായ പാനിലേക്ക് ഓരോ തവി ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇത് ഒരു സൈഡ് റെഡിയായി വന്നാൽ മറിച്ചിട്ടും ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൻ കേക്ക് ഇവിടെ റെഡിയായ. എല്ലാവരും ട്രൈ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.